നമസ്കാരം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ തുകയെ കാലം കഴിയുന്തോറും ഒരു ഭീമൻ സമ്പാദ്യമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു മാജിക്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരു ശക്തിയുണ്ട്. നിക്ഷേപ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നുവരെ വിശേഷിപ്പിക്കപ്പെടുന്ന കോമ്പൗണ്ടിംഗ് ഇഫക്റ്റിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ വാചകത്തിൽ കോമ്പൗണ്ടിങ്ങിന്റെ മുഴുവൻ ശക്തിയും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് നമ്മൾ ശരിക്കും അങ്ങ് മനസ്സിലാക്കിയാൽ നമ്മുടെയൊക്കെ സാമ്പത്തിക ഭാവിയെ തന്നെ അടിമുടി മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും. അത്രയ്ക്ക് പവർഫുള്ളാണ് സംഭവം. ശരി, ഐൻസ്റ്റീൻ പറഞ്ഞതൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടെയാണ് പലർക്കും ഒരു സംശയം വരുന്നത്. ബാങ്കില് പൈസ ഇട്ടാൽ നമുക്ക് പലിശ കിട്ടും, ആ പലിശയ്ക്ക് വീണ്ടും പലിശ കിട്ടും. ഓക്കെ, പക്ഷെ മ്യൂച്വൽ ഫണ്ടുകളിൽ അങ്ങനെ കൃത്യമായ ഒരു പലിശയൊന്നും ഇല്ലല്ലോ. പിന്നെങ്ങനെയാ ഈ പറയുന്ന കോമ്പൗണ്ടിംഗ് അവിടെ നടക്കുന്നത്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ഈ കോമ്പൗണ്ടിംഗ് എന്ന ആശയം ശരിക്കു തലയിൽ കയറാൻ നമുക്ക് തൽക്കാലം ഈ നിക്ഷേപത്തിന്റെ ലോകത്തുനിന്ന് ഒന്ന് പുറത്തിറങ്ങി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വരാം. കാരണം കോമ്പൗണ്ടിംഗ് പണത്തിന്റെ കാര്യത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് കോമ്പൗണ്ടിംഗ്. നിങ്ങളുടെ വളർച്ച പുതിയ വളർച്ചയെ ഉണ്ടാക്കുന്നു. ആ പുതിയ വളർച്ചയോ അത് അതിലും വലിയൊരു വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഒരു ചെറിയ മഞ്ഞുകട്ട മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിവിട്ടാൽ എങ്ങനെയിരിക്കും? അത് ഉരുളുന്തോറും കൂടുതൽ മഞ്ഞു പിടിച്ച് വലുതായി വലുതായി ഒരു ഭീമൻ മഞ്ഞുമലയായി മാറില്ലേ? അതുതന്നെയാണ് സംഭവം. ഓരോ ഘട്ടത്തിലും ഇതിന്റെ വേഗതയും വലുപ്പവും കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നോക്കൂ, ഇതിന് നല്ലൊരു വശമുള്ളതുപോലെ തന്നെ ഒരു മോശം വശമുണ്ട്. പോസിറ്റീവായി നോക്കിയാൽ നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് ആലോചിച്ചു നോക്കൂ. ആദ്യത്തെ ദിവസം ചിലപ്പോൾ വീഴും, പക്ഷെ പിറ്റേന്ന് കുറച്ചുകൂടി ബാലൻസ് കിട്ടും. ഓരോ ദിവസത്തെയും പ്രാക്ടീസ് തലേന്നത്തെ കഴിവിന്റെ മുകളിലാണ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ അത് പതിയെ പതിയെ എളുപ്പമായി വരും. ഇനി നെഗറ്റീവ് സൈഡ് നോക്കിയാലോ? ചെയിൻ സ്മോക്കിംഗ് പോലുള്ളൊരു ദുശ്ശീലം. അവിടെ സംഭവിക്കുന്നതും ഇതേ കോമ്പൗണ്ടിംഗ് തന്നെയാണ്. ഓരോ സിഗരറ്റും ശരീരത്തിനുണ്ടാക്കുന്ന ദോഷം മുൻപുണ്ടായ ദോഷത്തിന്റെ മുകളിലാണ് വരുന്നത്. കാലം കഴിയുന്തോറും അതിന്റെ ആഘാതം ഭയങ്കരമായി കൂടും. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിംഗ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിന്റെ യഥാർത്ഥ മാജിക്കിലേക്ക് കടക്കാം. അതായത് സമയം മുന്നോട്ടു പോകുന്തോറും ഈ വളർച്ചയുടെ വേഗത ഒരു റോക്കറ്റ് പോലെ എങ്ങനെയാണ് കുതിച്ചുയരുന്നതെന്ന് നേരിട്ട് കാണാം. ഇതൊന്ന് നോക്കൂ. നമുക്ക് സ്വർണത്തിന്റെ വില തന്നെ ഉദാഹരണമായി എടുക്കാം. 1964-ൽ 10 ഗ്രാം സ്വർണത്തിന് എത്രയായിരുന്നു വില എന്നറിയാമോ? വെറും 63 രൂപ. അതെ, 63 രൂപ. ഇനി 2020ലേക്ക് വരാം. അപ്പോഴേക്കും വില എത്തിയത് 40,000 രൂപയിലാണ്. ഇനി 2025ൽ പ്രതീക്ഷിക്കുന്നതോ 80,000 രൂപയും. ഒന്നോർക്കണം, ഈ സ്വർണത്തിന് നമുക്ക് ആരും പലിശയൊന്നും തരുന്നില്ല അല്ലേ? അതിന്റെ മൂല്യം സ്വയം വളരുകയാണ്. ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഒരുപക്ഷെ ഞെട്ടാൻ പോകുന്ന പോയിന്റ്. 63 രൂപയിൽ നിന്ന് 40,000 രൂപയായി വളരാനെടുത്ത സമയം എത്രയാണെന്നോ? 56 വർഷം. ഒരു നീണ്ട കാലയളവാണത്. എന്നാൽ അടുത്ത 40,000 രൂപ കൂടി ചേർന്ന് 80,000 ആകാൻ, അതായത് ഇരട്ടിയാകാൻ വേണ്ടിവന്നത് വെറും 5 വർഷം മാത്രം. കണ്ടില്ലേ ആ വ്യത്യാസം? 56 വർഷമെടുത്ത വളർച്ച പിന്നീട് വെറും 5 വർഷം കൊണ്ട് സംഭവിച്ചു. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ആ മാന്ത്രികത. ശരി, അപ്പൊ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങിവരാം. ഈ പറഞ്ഞ അതേ ആശയം മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത്? ഇവിടെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ശ്രദ്ധിച്ചു കേൾക്കണം. മ്യൂച്വൽ ഫണ്ടുകളിൽ കോമ്പൗണ്ടിംഗ് നടക്കുന്നത് പലിശ കിട്ടുന്നതുകൊണ്ടല്ല. പിന്നെങ്ങനെയാ? അത് നടക്കുന്നത് ഫണ്ടിന്റെ NAV, അതായത് നെറ്റ് അസറ്റ് വാല്യൂ, വളരുന്നതുകൊണ്ടാണ്. സിംപിളായി പറഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൊത്തം മൂല്യം വളരുന്നു. ആ കൂടിയ മൂല്യത്തിനു മുകളിലാണ് അടുത്ത വളർച്ച സംഭവിക്കുന്നത്. പലിശയ്ക്ക് പകരം ഇവിടെ വളർച്ചയാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. വാ, നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആകും. നിങ്ങൾ 100 രൂപ നിക്ഷേപിച്ചു എന്ന് വെറുതെ സങ്കൽപ്പിക്കുക. നമുക്കൊരു 15% വാർഷിക വളർച്ച കിട്ടുന്നുണ്ടെന്നും കരുതാം. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് നിങ്ങളുടെ 100 രൂപ ഏകദേശം 200 രൂപയാകും. ഇനി അടുത്ത 5 വർഷം സംഭവിക്കാൻ പോകുന്നതാണ് പ്രധാനം. ആ വളർച്ച വരുന്നത് നിങ്ങളുടെ ആദ്യത്തെ 100 രൂപയുടെ മുകളിലല്ല, ഇപ്പോഴുള്ള 200 രൂപയുടെ മുകളിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ 200 രൂപ 400 രൂപയായി മാറും. അതിനടുത്ത 5 വർഷത്തിലോ ആ 400 രൂപ 800 രൂപയാകും. കണ്ടില്ലേ? ഓരോ 5 വർഷം കൂടുമ്പോഴും നിങ്ങളുടെ പണം ഇരട്ടിക്കുകയാണ്. അതും വേഗത കൂടിക്കൂടി വരുന്നൊരു രീതിയിൽ. അപ്പോ ഈ കണക്കൊക്കെ കേൾക്കുമ്പോൾ
നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എനിക്കറിയാം. എല്ലാ വർഷവും ഇങ്ങനെ കറക്റ്റ് 15% വളർച്ചയൊന്നും കിട്ടില്ലല്ലോ. ചില വർഷം മാർക്കറ്റ് താഴോട്ട് പോകില്ലേ, നെഗറ്റീവ് വരില്ലേ? അപ്പൊ പിന്നെ ഈ കണക്കെങ്ങനെ ശരിയാകും? അതെ, നിങ്ങൾ ചിന്തിച്ചത് 100% ശരിയാണ്. ഇതൊരു ന്യായമായ സംശയം തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ദീർഘകാല നിക്ഷേപം അഥവാ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന വാക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ചെറിയ കാലയളവിൽ മാർക്കറ്റിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും, അത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ ഒരു 10, 15, 20 വർഷം മുന്നോട്ട് നോക്കുമ്പോൾ ഈ കയറ്റിറക്കങ്ങളെല്ലാം ഒരു ശരാശരി വളർച്ചയായി മാറും, ഒരു പോസിറ്റീവ് വളർച്ച. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഈ പറഞ്ഞ ശരാശരി വളർച്ചയെ അളക്കാനായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് CAGR, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. പല വർഷങ്ങളിലെ വളർച്ചയുടെ ഒരു ആവറേജ്, അത്രയുള്ളൂ. അപ്പോ ഈ കോമ്പൗണ്ടിംഗ് എന്ന മാന്ത്രിക വടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് പ്രവർത്തിപ്പിക്കാൻ ഒരൊറ്റ ചേരുവ, ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് കൂടിയേ തീരും. എന്താണെന്നറിയാമോ? സമയം. അതെ, ടൈം. നിങ്ങൾ എത്രത്തോളം സമയം ഇതിന് കൊടുക്കുന്നോ അത്രയും വലുതായിരിക്കും ഇതിന്റെ മാന്ത്രികത. അപ്പോ ഈ സമയവും നമ്മൾ നേരത്തെ പറഞ്ഞ ശരാശരി വളർച്ചയും, അതായത് CAGRഉം ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരുപാട് പേർക്ക് പരിചയമുള്ള SIP എന്ന നിക്ഷേപ രീതിയുടെ ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങൾ എല്ലാ മാസവും 5000 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. നമുക്ക് നേരത്തെ പോലെ ഒരു 15% ശരാശരി വാർഷിക വളർച്ചയും പ്രതീക്ഷിക്കാം. ഇനി ഈ ചാർട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ 10 വർഷം തുടർച്ചയായി മാസം 5000 രൂപ നിക്ഷേപിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിലെത്തിയത് ഏകദേശം 13 ലക്ഷം രൂപയാണ്. കൊള്ളാം, നല്ലൊരു തുകയാണത്, അല്ലേ? എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. നിങ്ങളൊരു 10 വർഷം കൂടി കാത്തിരുന്നു എന്ന് വിചാരിക്കുക, അതായത് ആകെ 20 വർഷം. അപ്പം നിങ്ങളുടെ സമ്പാദ്യം എവിടെ എത്തുമെന്നോ? 66 ലക്ഷം രൂപ. 13ൽ നിന്ന് 66 ലക്ഷത്തിലേക്ക്. ഈ കണക്കാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്താണെന്ന് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നത്. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ആദ്യത്തെ 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് 13 ലക്ഷം രൂപ. എന്നാൽ രണ്ടാമത്തെ 10 വർഷം കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയ വളർച്ച 53 ലക്ഷം രൂപയാണ്. ഇതാണ് ആ മാന്ത്രിക ഘട്ടം. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് കൂടുതൽ പണം സമ്പാദിക്കുന്ന സമയം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ സമ്പാദ്യം വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമതായി, കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്കു മുകളിലുള്ള വളർച്ചയാണ്. രണ്ടാമത്, ഇത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇത് നടക്കുന്നത് പലിശ കൊണ്ടല്ല, NAV വളരുന്നതുകൊണ്ടാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാന്ത്രികതയുടെ ഗുണം കിട്ടണമെങ്കിൽ വേണ്ട ഒരേ ഒരു കാര്യം സമയമാണ്. നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നുവോ അത്രയും നല്ലത്. അപ്പോ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കും മനസ്സിലായി. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഈ അറിവ് കയ്യിലുണ്ട്. ഇത് വെറുതെ കേട്ടുപോകാനാണോ, അതോ ഇതുപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാനുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങാനാണോ നിങ്ങളുടെ തീരുമാനം? ഓർക്കുക, എത്രയും നേരത്തെ തുടങ്ങുന്നുവോ അത്രയും വലുതായിരിക്കും ആ മാന്ത്രികത.